സിനിമയുടെ പ്രൊമോഷൻ വർക്കിനായി നിരവധി വഴികൾ തേടുകയാണ് സിനിമാ പ്രവർത്തകർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിത്രത്തിന്റെ പോസ്റ്ററാണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, മോഷൻ പോസ്റ്റർ എന്നിങ്ങനെ നിരവധി തരത്തിലാണ് അവ മുന്നേറുന്നത്. അടുത്ത കാലത്തിറങ്ങിയ എസ്ര എന്ന പൃഥ്വിയുടെ ഹൊറർ ത്രില്ലറിന്റെ പോസ്റ്റർ അത്തരത്തിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. ആ പോസ്റ്ററുകളുടെ നിഗൂഢത വിമർശക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി. ചിത്രത്തിനു വേണ്ടി പോസ്റ്റർ ചെയ്ത ആനന്ദിനെയും അദ്ദേഹത്തിന്റെ വർക്കിനെയും ലോഗിനിലൂടെ നമുക്കറിയാം. ഞാൻ എൻ്റെ സ്കൂളിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിക്കാനായിട്ട് സെലക്ട് ചെയ്ത് കെൽട്രോണിലെ അനിമേഷൻ കോഴ്സാണ്. ഈ അനിമേഷൻ കോഴ്സിൽ ഞാൻ അനിമേഷൻ എന്ന ഡിപ്പാർട്ട്മെൻറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഒരുപാട് പോസ്റ്റേഴ്സ്, ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ സിനിമയിലേക്ക് ഒരു പോസ്റ്റർ ചെയ്യണമെന്ന് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഞാനൊരു ഡിസൈനറെ പറ്റി ഒരു ആർട്ടിക്കിൾ വായിക്കുകയും എന്തുകൊണ്ട് എനിക്കത് പോലെ ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ സീരിയസ് ആയിട്ട് സിനിമ പോസ്റ്റേഴ്സിലോട്ട് അത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലോട്ട് ഞാൻ വരുന്നത്. ഞാൻ കെൽട്രോണിൽ എൻ്റെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ AJ കോളേജിൽ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഞാൻ TG എൻ്റർടൈൻമെൻറ്റ് സ്റ്റുഡിയോസ് എന്ന തിരുവനന്തപുരത്തെ ഒരു അഡ്വർടൈസിങ് ഏജൻസിയിൽ ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ വന്ന ആദ്യത്തെ പ്രോജക്റ്റാണ് 820 എന്ന് പറയുന്ന പ്രോജക്റ്റ്. എസ്ര എന്ന മൂവിയിലോട്ട് എത്തുന്നത് ആ സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ ആൽവിൻ ഹെൻറി എൻ്റെ കോളേജിലെ സീനിയറായിരുന്നു. അപ്പോൾ സിനിമയ്ക്കൊരു ഡിസൈനറെ ആവശ്യമുണ്ടെന്ന്, പുതുതായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഡിസൈനേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെയാണ് ഇൻഫോം ചെയ്തത്. അങ്ങനെ ഞാൻ ഡയറക്ടറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം സിനിമയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ സിനിമയുടെ ടൈറ്റിൽ എങ്ങനെ ഉണ്ടായിരിക്കണമെന്നത് അദ്ദേഹം ബ്രീഫ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ വർക്ക് സബ്മിറ്റ് ചെയ്തു. എല്ലാവർക്കും അത് ഇഷ്ടമായി. അങ്ങനെയാണ് ആ പ്രോജക്റ്റിലോട്ട് ഞാൻ കയറുന്നത്. $820 എന്ന എൻ്റെ ആദ്യത്തെ ചിത്രത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തത് ബജാജിൻ്റെ ബൈക്കുകൾക്ക് വേണ്ടിയുള്ള ആഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വെബ് സീരീസും പ്രിൻ്റ് ആഡ് എല്ലാം അതിൻ്റെ ഡിസൈൻസ് ആയിരുന്നു കുറേ കാലം. പിന്നെ അതിനുശേഷം ഒരുപാട് ഷോർട്ട് ഫിലിംസിൻ്റെ പോസ്റ്റേഴ്സ്, അതിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഷോർട്ട് ഫിലിംസും ഉണ്ട്. ഒന്ന് ലിപ്സ്റ്റിക് ഐസ്മിലൻ സംവിധാനം ചെയ്ത ലിപ്സ്റ്റിക് എന്ന ഷോർട്ട് ഫിലിം ഒരുപാട് ചർച്ച ഉണ്ടായ ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. പിന്നീട് ഒരുപാട് കോർപ്പറേറ്റ് ആഡ്സ്, ലോഗോസ് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് തന്നെ വർക്ക് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സിനിമയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായി. അതിനുശേഷം നീണ്ട ഒരു 3-4 വർഷത്തിന് ശേഷമാണ് എസ്രയിലോട്ട് എത്തിപ്പെടുന്നത്. പിന്നെ ഞാൻ കൂടുതൽ ഗ്രാഫിക് ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫാഷൻ റീടച്ചിങ് ആണ്. അപ്പം ഫാഷൻ റീടച്ചിങ്ങിന് ഇപ്പം എനിക്കൊരു ഫോട്ടോഗ്രാഫറുണ്ട്, ശരൺ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം പുള്ളിക്കാരൻ്റെ എല്ലാ ഫോട്ടോസും ഫാഷൻ ഫോട്ടോസ് എല്ലാം റീടച്ച് ചെയ്യുന്നത് ഞാനാണ്. പിന്നെ നമ്മളൊരു ടൈം പാസ്സായിട്ട് ഓട്ടോമോട്ടീവ് ഫോട്ടോഗ്രാഫിയും റീടച്ചുമായിട്ടൊക്കെ ഞങ്ങൾ മുന്നോട്ട് പോകാറുണ്ട്. അപ്കമിങ് വർക്ക്സ് എന്ന് പറയുന്നത് ഇപ്പം പൾസറിൻ്റെ തന്നെ ഏറ്റവും പുതിയൊരു മോഡൽ, അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ഒരു ബൈക്കാണ്. അതിൻ്റെ ഒരു പരസ്യം നേപ്പാളിൽ ഷൂട്ട് ഉണ്ട്. അപ്പോൾ ഉടനെ അത് തന്നെയായിരിക്കും ആദ്യം കമ്മിറ്റ് ചെയ്ത വർക്ക് അതാണ്. പിന്നെ സിനിമയാണെങ്കിൽ അടുത്തത് ടിയാൻ എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് മുരളി ഗോപി എഴുതിയ പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രം. അതിൻ്റെ പോസ്റ്റേഴ്സ് എല്ലാം ഞാനാണ്. എസ്രയുടെ ഒരു പോസ്റ്റർ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം പൃഥ്വിരാജ് തന്നെയാണ് അത് വിളിച്ച ആ വർക്ക് എനിക്ക് തന്നത്. കറൻ്റ്ലി ഈ 2 പ്രോജക്റ്റാണ് ഉള്ളത്.
10 വയസ്സുകാരൻ പയ്യൻ അദ്വൈത് ഒരു ഷോർട്ട് ഫിലിം എഡിറ്റ് ചെയ്യുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. ഗുഡ് ഡേ എന്ന ആ ഷോർട്ട് ഫിലിമും ആ സംവിധായകനും പ്രേക്ഷക ശ്രദ്ധ നേടി നവമാധ്യമങ്ങളിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ആദിയുടെ അല്ല, അദ്വൈത് ജയസൂര്യയുടെ, സംശയിക്കേണ്ട, മലയാളികളുടെ പ്രിയ നടൻ ജയസൂര്യയുടെ മകൻ തന്നെയാണ്. അപ്പോൾ ആദിയുടെ ഗുഡ് ഡേ എന്ന ഷോർട്ട് ഫിലിം ലോഗിനിലൂടെ നമുക്ക് ആസ്വദിക്കാം. എൻ്റെ ബർത്ത്ഡേക്ക് അച്ഛൻ ക്യാരം ബോർഡ് വാങ്ങിച്ചു തന്നെ. ഓ, അതെങ്കിലും കിട്ടിയല്ലോ. ഇവര് പിന്നെ എല്ലാ വർഷത്തെ പോലെ ചോക്ലേറ്റിനെ ആയിരിക്കും. ഏയ്, എനിക്ക് ഇപ്രാവശ്യം സൈക്കിള് തന്നെ. എടാ, നിനക്ക് അവളുടെ കയ്യിൽ നിന്ന് വല്ല ഗിഫ്റ്റ് കിട്ടിയാ? ഈ വീട്ടുകാരുടെ മുമ്പ് വെച്ച് പറഞ്ഞാൽ അതിനെ കൊല്ലൂട്ടോ. ഓ, അറിഞ്ഞാ പിന്നെ കല്യാണം നടത്തി കൊടുക്കാൻ പോവല്ലേ. പോടാ. എടാ, അന്ന് നീ FIFA 17 വാങ്ങടാ. നിനക്ക് 2000 രൂപയ്ക്ക് FIFA 100 കിട്ടും. എടാ, അത് അടുത്ത ബർത്ത്ഡേക്ക് വേണം. ഇനി അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ്റെ കൊല്ലും. വാടാ, പോവാ. എടാ, FIFA 17 അത് മൊത്തം ഗ്ലിച്ചാടാ. എന്നാ നീ വാങ്ങിച്ചോ. ഗ്ലിച്ചില്ലാത്ത വേറെ ഞാൻ വാങ്ങിക്കാം. എടാ വാടാ, ഡോണ്ട് അയക്കണ്ടേ. വരാം. ഒന്ന് പാക്ക് ചെയ്യോ? ഇത് ഞങ്ങളുടെ സമ്മാനാ, ഇന്നെന്റെ പിറന്നാളാ. ഇനി ചേട്ടൻ ആരുടെ മുമ്പ് കൈ നീട്ടണിട്ടാ. അവിടെ പോവാ.
എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.